പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായി. BJPക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് എന്ന രൂപത്തിലുള്ള വ്യാപകമായ ഒരു പ്രചരണം ചില ഭാഗത്തുനിന്ന് കിട്ടി. ഇടതുപക്ഷത്തു നിന്ന് പോലും അതിന് ചില പിന്തുണകളും കിട്ടി. പിഷാരടി മോശ സ്ഥാനാർത്ഥിയാണ്, പിഷാരടി കോമാളിയാണ്, പിഷാരടി അറിവില്ലാത്തവനാണ്. ഇതിനെ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ പോലും പിഷാരടിയുടെ തൊഴിലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചു. പക്ഷെ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ടുള്ള എന്താണ് പിഷാരടിയുടെ പെർഫോമൻസ്? അദ്ദേഹം കോമാളിയാണെന്നോ സിനിമാ നടനാണെന്നോ പറഞ്ഞവർക്കൊക്കെയുള്ള മറുപടി അദ്ദേഹം കൊടുത്തു. വളരെ പക്വമായ, വെൽ ബാലൻസ്ഡ് ആയ ഒരു യൂത്ത് എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന മറുപടികളായിരുന്നു പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒന്നും അദ്ദേഹം അപക്വമായി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും വലിയ ആള് ഇവിടെ മറുപടി പറയാനെന്നുള്ള ശേഷി എനിക്കില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ആ അർത്ഥത്തിലാണ് പിഷാരടിയുടെ മറുപടി. കൃത്യമായ രാഷ്ട്രീയം പിഷാരടി പറഞ്ഞു. ഇന്നസെന്റിനെയോ മുകേഷിനെയോ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ അവർ അതിനു മുമ്പ് ഏതെങ്കിലും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇന്നസെന്റ് ഏതെങ്കിലും CPM യോഗത്തിലോ മുകേഷ് ഏതെങ്കിലും വല്ലപ്പോഴും വല്ലയിടത്തും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രചരണ രംഗത്തും അവരെ കണ്ടിട്ടില്ല. പക്ഷെ പിഷാരടി അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകുന്ന ആളാണ് പിഷാരടി. ഇത് അതിൻ്റെ രാഷ്ട്രീയ പക്വത അദ്ദേഹം തെളിയിച്ചു. ജനങ്ങളുമായിട്ടുള്ള ഇടപെടുന്നതിൽ, പ്രത്യേകം യൂത്തുമായി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നന്നായി നടക്കുന്നുണ്ട്. യൂത്ത് വോട്ട് ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പിഷാരടി ഒരു കരുത്തനായ എതിരാളിയാണ് എന്ന് അംഗീകരിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് സർവേ റിസൾട്ടുകളൊക്കെ പിഷാരടിക്ക് അനുകൂലമായി വരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൃത്യമായും അത് UDFന്റെ ഒരു മണ്ഡലമാണ്. ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്, UDF സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്ഥാനാർത്ഥി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴില്ല. പക്ഷേ UDFന്റെ വോട്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത്, അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ടല്ലോ. അപ്പൊ UDFന്റെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. ആ വോട്ട് പിഷാരടിക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൽ യാതൊരു റിഫ്റ്റും ഉണ്ടാവാൻ സാധ്യതയില്ല. ചെറിയൊരു തരികട പണി LDF ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. വൃത്തികെട്ട ഒരു പണി LDF അവിടെ ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും BJP ജയിപ്പിക്കണം എന്ന രൂപത്തിലുള്ള സ്ഥാനാർത്ഥി അവിടെ നിർത്തിയത്. സരിൻ എന്ന കോൺഗ്രസ്സുകാരനെ ഒരു രാത്രി പോലും ഉണ്ടായില്ല, ഒരു പകൽ 3 മണിക്കൂർ കൊണ്ട് കാല് മാറ്റി സ്ഥാനാർത്ഥിയാക്കി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പോലും അവിടെ അടുത്തൊന്നും എത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ UDFന് ഏറ്റവും ഷുവറുള്ള ഒരു വിഭാഗത്തിലെ ഒരാളെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയില്ല, രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിൽ ഒരാൾക്ക് മത്സരിക്കാം, അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. വളരെ ഡിസ്റ്റന്റ് തേർഡാണ് അവിടെ LDF. ഒരു രാത്രി കൊണ്ട് അങ്ങനെ LDFന് കൂടുതൽ വോട്ടൊന്നും ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം LDFന് ഭയങ്കരമായി വോട്ട് കൂടാനോ അല്ലെങ്കിൽ അത്രയ്ക്കും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സ്ഥാനാർത്ഥിയോ അങ്ങനെയൊന്നും അല്ലല്ലോ വന്നിട്ടില്ലേ. അപ്പൊ അതിന്റെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. പക്ഷെ അതും UDF സ്ഥാനാർത്ഥി പിഷാരടി മറികടക്കും. കാരണം UDFന്റെ ശക്തമായ മണ്ഡലമാണ്. ഇത് ബോധ്യപ്പെട്ടപ്പോഴാണ് ശോഭാ സുരേന്ദ്രന് വല്ലാതെ വിമ്മിഷ്ടമുണ്ടായത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശോഭാ സുരേന്ദ്രന്റെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്. അവരാളുകളോട് തട്ടിക്കയറുന്നു, FCRA ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നു. അങ്ങനെ അല്ലാതെ ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വരുന്നു. അവർക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ശോഭ വന്നാൽ അവിടെയുള്ള മുഴുവൻ സ്ത്രീകളുടെ വോട്ട് കയറി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടന്നില്ല. അതിന്റെ ഫലമാണ് പിഷാരടിക്കെതിരായി, ഇപ്പോൾ ഷാഫിക്കെതിരായി ഒക്കെ ക്യാമ്പയിൻ. ഷാഫി അവിടെ ഒരു ഫാക്ടറാണ്, ഒരു സംശയമില്ല. പാലക്കാട് എന്നല്ല ഞാൻ കണക്കാക്കുന്നത്, മലബാറിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ പൊതുവേയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുൾ ആയ ഒരു ഫാക്ടറാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു കോൺഗ്രസ് നേതാവ് വരുമ്പോൾ ഇത്ര ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഷാഫി ഇങ്ങനെ കൊടുങ്കാറ്റ് പോലെ പോവാണ്. പല മണ്ഡലങ്ങളിലും പോയി. ഏതാണ്ട് എനിക്ക് തോന്നുന്നു മലബാറിലെ ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും ഷാഫി പോയിട്ടുണ്ട്, ഞാൻ കണ്ടത് ശരിയാണെങ്കിൽ. കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരും മഞ്ചേശ്വരവും പോയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മിക്കവാറും, അത് അദ്ദേഹത്തിന്റെ മണ്ഡലവും പാർലമെന്റ് മണ്ഡലവും കൂടിയാണ്. അവിടെയൊക്കെ തരംഗമാണ് ഷാഫി, ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പൊ ഷാഫിയുടെ സ്വീകാര്യത കൃത്യമായും ഇവിടെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച കാലത്തുള്ള തർക്കം പോലും പാലക്കാട് കോൺഗ്രസിൽ ഇല്ല. കാരണം DCC പ്രസിഡന്റ് വേറൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്. അവരെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ ഒന്നും ഇപ്പൊ കാണാനില്ല, അവരൊക്കെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക പല രൂപത്തിൽ പുറത്തു വരികയാണ്. അതാണ് ഷാഫി അറസ്റ്റ് ചെയ്യണമെന്ന് പറയുക. അവിടെ ഒരു കോൺഗ്രസ് കൗൺസിലർ പേരിൽ ആരോപണം വന്നു, പാർട്ടി കൃത്യമായി അയാൾക്കെതിരെ പുറത്താക്കി. ഒരാളൊരു തെറ്റ് ചെയ്താൽ പുറത്താക്കലേ പറ്റുള്ളൂ. ഇപ്പോ രഞ്ജിത്ത്
രഞ്ജിത്തിനെ എത്ര കാലം അവർ സംരക്ഷിച്ചതാ? ഇപ്പൊ പുറത്താക്കേണ്ടി ഇതായിട്ട് വന്നില്ലേ? ഇപ്പോഴാണ് ദിലീപിനോ അല്ലെങ്കിൽ മറ്റാർക്കോ കിട്ടാത്ത പോലെ അയാളെ ഇപ്പോൾ FK എന്ന് പുറത്താക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പുറത്താക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ഡയറക്ടേഴ്സ് അസോസിയേഷനോ പുറത്താക്കുന്നു. ഇതൊക്കെ ഇലക്ഷൻ കൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അയാളെ അങ്ങനെ അല്ലാതെ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. ശോഭയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു വിവാദങ്ങൾ കൊണ്ടും പാലക്കാട് കടന്നു കയറാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇന്നലത്തെ പോലെയുള്ള നാടകങ്ങളൊക്കെ വന്നത്. അയാളെ വഴി തടയുക, അത് ചോദിക്കുക, സംഘർഷം ഉണ്ടാക്കുക. അത് BJPയുടെയും CPMന്റെയും ഒരു രീതിയാണ്. തെരഞ്ഞെടുപ്പ് തോൽക്കാൻ കാലത്ത് സംഘർഷം ഉണ്ടാക്കും. കാരണം സംഘർഷം ഉണ്ടാക്കിയിട്ടേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ആ സംഘർഷം ഇപ്പോൾ വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയാവുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം വളരെ തെറ്റായൊരു കാര്യമാണ്. ഇപ്പോൾ CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും അങ്ങനെ തടയാറില്ല. ചില SFI പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ തടയും. കോളേജിൽ ഇപ്പം അബിൻ വർക്കിയെ തടഞ്ഞു, അല്ലെങ്കിൽ ധർമ്മടത്ത് റഷീദിനെ തടഞ്ഞു, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ അങ്ങനെ തടയാറില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പോയി പാർട്ടിക്കെതിരായി പ്രചരണം നടത്തിയ ഒരാളാണ് ഞാൻ. ഇത്തിരി പേടിയൊക്കെ ഉണ്ടെന്നാലും ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല, പാർട്ടി ഗ്രാമമല്ല. ഒരു കൗൺസിലർ സ്ത്രീകളടക്കം ഒന്ന് തടയാണ്. ഒരു സ്ത്രീ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പിഷാരടിയെ. അദ്ദേഹം പറയുന്നു, എനിക്ക് വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, സമയമില്ല, കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവരോട് സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓടി പിടഞ്ഞു വന്നിട്ട് കുറെ ആളുകൾ ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, വഴി എന്താ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ? വഴി നിങ്ങളൊന്നും അല്ലല്ലോ, പൊതുവഴി കൂടി സ്ഥാനാർത്ഥിക്ക്. അവിടെയാണ് ജനാധിപത്യം എന്ന വാക്കിനർത്ഥം. ഒരു സ്ഥാനാർത്ഥിക്ക് തനിക്ക് പോകാൻ കഴിയുന്ന വഴിയിലൂടെ, പൊതുവഴിയിലൂടെ പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ബഹളമുണ്ടാക്കുക, അത് അക്രമമാക്കുക, അങ്ങനെ ജയിക്കാനാണോ BJP ശ്രമിക്കുന്നത്? പക്ഷെ അത് നിരർത്ഥകമാണ്. ജനാധിപത്യത്തിൽ തുറന്ന സംവാദത്തിലൂടെ തന്നെയാണ് ജയിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പൊ അത് തടയാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നാണ് അനുഭവം.